ഇവിടെ എത്തിയിട്ടുണ്ട്. കായും കോയും കടയിൽ രമേശേട്ടൻ്റെ കടയിൽ. രമേശേട്ട നമ്മൾ സുജയ പാർവതിൻ്റെ ന്യൂസ് കേട്ടിട്ട് വരിക. അപ്പോൾ നിങ്ങളെത്ത് വന്നിട്ട് ഒന്ന് ഭക്ഷണം കഴിക്കണമെന്ന് വെച്ച് വന്നതാണ്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുറേ തുടങ്ങിയിട്ട് ഇങ്ങനെ പരിപാടി? ഒരു കൊല്ലത്തിനടുത്തായി. ഒരു കൊല്ലത്തോളായി ഈ പരിപാടി തന്നെ. ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ? കായും കോയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അടിച്ചു അടിച്ചിട്ട് ആദ്യം കായും കോയും തന്നെ. ആദ്യം ഈ വീടിലെ എല്ലാ നാട്ടുകാരും വായിട്ടാകുമ്പോൾ മഴക്കാലം ഉണ്ടാക്കുന്ന ഫുഡായത്. അതിൻ്റെ ശരീരത്തിന് നല്ല വില കിട്ടും. അത് നാടൻ കോഴി. അപ്പോൾ മഴക്കാലം നാടൻ കോഴി ഉണ്ടാക്കിയിട്ട് പിന്നെ നാടൻ കോയും നാടൻ കായും വൈറ്റമ്മല വീട്ടിൽ ഉണ്ടാക്കും. പിന്നെ നമ്മൾ കമ്പനിക്ക് ഉണ്ടാക്കും. 5-6 കൂടിയിട്ട് ഷെയർ ഇടുക. കോയിനെയും കായും ഇതെല്ലാമായിട്ട് വൈറ്റ് കമ്പനിക്ക് ടച്ചപ്പ്. നാടൻ്റെ ഫുഡാണ് അത്. പിന്നെ ചെറുപാൻ പോയി ചിലാറ്റുകളെ ഒരു പുയ്ക്കുണ്ടാക്കും പറഞ്ഞ് പുയ്ക്കല്ലാതെ ഉണ്ടല്ലോ അവിടെ നമ്മൾ കഴിക്കുന്നതെന്ന്. എൻ്റെ പേര് മോൺസൺ. ഇത് വളരെ ടേസ്റ്റിയായ ഒരു ഫുഡാണ്. യാതൊരു തരത്തിലുള്ള കെമിക്കലൊന്നുമില്ല. നല്ല നമ്മുടെ ശരീരത്തിന് ഉന്മേഷം തരുന്ന ഒരു ഫുഡാണ്. മറ്റ് ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്കെല്ലാം ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഫുഡിലേക്കാണ് പോകുന്നത്. അതിൽ നിന്നും വേറിട്ടൊരവസ്ഥയാണ് ഈ നാടൻ വിഭവം. അത് ശരീരത്തിന് ഉന്മേഷം കിട്ടും, ആരോഗ്യം കിട്ടും, മായം ചേരാതെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഷോപ്പിൻ്റെ അടുത്തു നിന്ന് തന്നെ ഇത് കളക്ട് ചെയ്തിട്ട് ഇതിവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ തന്നെ അവർ തന്നെ കൃഷി ചെയ്യുന്നു, അവർ തന്നെ അത് ഉണ്ടാക്കുന്നു, അത് തന്നെ അവർ വിൽക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഫുഡും മറ്റു കാലങ്ങളിലേക്ക് എല്ലാവരും പോകുമ്പോൾ എല്ലാവരും പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് രോഗങ്ങളുണ്ടാവും. അപ്പോൾ ഇവിടെ ഇത് കഴിക്കുമ്പോൾ പ്രതിരോധ ശക്തി, നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി കിട്ടും, വിഷാംശമില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. വളരെ നന്നായുള്ള ഫുഡാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു 5 വർഷമായിട്ട് ഇതിലൂടെ പോകുന്നുണ്ട്. 5 ഒരു 10-12 വർഷമായിട്ട് ഇതിലൂടെ പോകുന്ന റൂട്ടിലാണ്. ഇപ്പോൾ ഇത് ഈ അടുത്തൊരു 6 മാസമായി തുടങ്ങിയിട്ട് അല്ലേ? 6 മാസം കൊണ്ട് തുടങ്ങിയതാണ്. പക്ഷേ ഇന്നിപ്പം എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ നല്ല വിഭവം, നാടൻ വിഭവം കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ആരും ഒരു മോശം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇച്ചിരി കോഴിയുടെ കാലുകൾക്ക് ഇച്ചിരി കൂട്ടിയിടുന്നത് നന്നായിരിക്കും. ഇതിൻ്റെ അളവൊക്കെ കുറയ്ക്കും. കാരണം 50 രൂപ വാങ്ങിക്കുന്നുള്ളൂ എങ്കിലും കുറച്ചും കൂടെ ടേസ്റ്റ് ആക്കുകയെങ്കിലേ ജനങ്ങൾ കൂടുതൽ വരും. ഇവരുടെ കച്ചവടം നടക്കും. കാരണം അടുത്ത വരുന്ന തലമുറയ്ക്ക് ദീർഘായുസ് കിട്ടാനുള്ള ഫുഡായിരുന്നു അത്. ഓക്കെ, താങ്ക് യു. കാണാം. വലിയ പോയി ഞാൻ ചെറുവാഞ്ചേരി വന്നിട്ട് വലത്തോട്ട് പോകാണ്ട് ഇടത്തോട്ട് നേരെ കണ്ണൂരിലോട്ട് വന്നാൽ മതി. അന്നേരം വലിയൊരു ബോട്ടുണ്ട് നമ്മുടെ റോഡ് സൈഡിൽ. എത്ര ആളുണ്ടാവും? അടുത്തേക്ക് ശരിയാ. നമ്പർ കൊടുത്തില്ല, ആദ്യം നമ്പർ കൊടുത്തില്ല. ഓർഡർ എടുത്താൽ കണക്കാ വെച്ചു. സ്കൂളിലേക്കെല്ലാം 50, 60, 100 കൊണ്ടുപോകുന്നുണ്ട്. ഇവിടുത്തെ കായും പോയിക്കോ 2 പ്ലേറ്റ് ഞാൻ വാങ്ങി. ഞാൻ മനസ്സിലാക്കി ചെറിയ പൈസ ഉണ്ടാവും. നോക്കുമ്പോൾ പൈസ കൊടുത്ത് നോക്കുമ്പോൾ അത് വലിയ പൈസ. ഞാൻ 50 ഞാൻ തിരിച്ച് 20 രൂപ 2 വാങ്ങി 50 ആവും. കോഴി എന്ത് 2 അല്ലേ? ഇവിടുത്തെ ബെസ്റ്റ് സാധനല്ലേ? പക്ഷെ പൈസ ഉണ്ട്. പൈസ അവർക്ക് മുതൽ വേണ്ടേ? മോശമില്ല. അതല്ലേ ഇവിടെ ഇപ്പൊ ജാക്കാരി മോശമില്ലാതെ കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇപ്പം പോകുമ്പോൾ ഇവിടെ കയറി. പൊതുവെ ഇതിന് ഒരു പ്രചാരമുണ്ട്. കാരണം നാനാ ഭാഗത്തു നിന്നും ആള് വരുന്നുണ്ട്. ജില്ല അല്ല, അപ്പുറത്തെ അടുത്ത ജില്ലയിൽ നിന്നും ആൾക്കാരൊക്കെ. മോശമില്ല. രമേശ് നല്ല കച്ചവടമാണ്. രമേശ് നമ്മളൊരു പഴയ സുഹൃത്താണ്. അതെല്ലാം ഇവിടെ കയറിയിട്ട്. പക്ഷേ കുഞ്ഞാണ്ടില്ല പാത്തിക്കല് 5-6 കഷത്ത് 5-6 കുറയുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും വലിയ മുതലാളി അറിയപ്പെടുന്ന ആളാണ്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും എനിക്ക് 10-40 കൊല്ലത്തെ പരിചയമുണ്ട് കുഞ്ഞാണ്ടിന്.
ഞാനൊരു 50 വയസ്സായി എങ്കിലും ആരോഗ്യം നല്ല 90 ഒന്നുമില്ല 78 വയസ്സായിരുന്നു. ഇവന് പറയുമ്പോൾ 12 കൂട്ടി പറഞ്ഞു. ഞങ്ങൾ തമ്മിലൊരു 10-50 വർഷത്തെ 19 വർഷത്തെ 50 വർഷത്തെ മേലെ പരിചയം. ഇയാളെ അപ്പന് തെങ്ങ് തൈ കൊണ്ടുകൊടുത്ത് ഞാൻ അവിടെ വായമലക്കൊക്കെ തെങ്ങ് തൈ ചെറിയ സാറിനാ പറയാം. ഒരു മാഷായിരുന്നു അപ്പൻ, മാഷായിരുന്നു. ചെറിയ സാറും കുര്യാച്ചനും രണ്ടാക്കും തെങ്ങ് തൈ കൊണ്ടുകൊടുത്ത ഫസ്റ്റ് ഞാൻ. അന്ന് ജീപ്പിൽ ഈ ഭാഗത്തൊന്നും ചെണ്ടിയാട്ടിലെ മൊയ്തുവാജിൻ്റെ ജീപ്പിലാണ് തെങ്ങ് തൈ ഒരു 7 ട്രിപ്പായിട്ടാണ് കൊണ്ടുകൊടുത്തത്. എത്ര 400. രമേശൻ്റെ കട പഴയ കാലത്തെ രമേശൻ ചാക്കച്ചവടക്കാരനായിരുന്നു. ഒരു 18 വയസ്സിലെ അവൻ ചാക്കച്ചവടം എനിക്ക് ഓർമ്മ. അവൻ്റെ അമ്മാവൻ്റെ കടയിൽ നിന്നാണ് ആദ്യം നെയ്യാവിക്കൽ ചാവറിൽ അടന്നേ കുടിച്ച് വന്ന. ഇപ്പോൾ ഇവിടെ രമേശനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇവിടെ കയറി അല്ല ഇവിടെ കയറുമോ? ഭക്ഷണം നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ്. ഒരു നാടൻ വിഭവങ്ങൾ അത് തന്നെ നമ്മൾ അതാണ് അതിൻ്റെ ഒരു മരുന്നടിക്കാത്ത സാധനങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ ഇഷ്ടംപോലെ ആൾ വരുന്നുണ്ട്. പിന്നെ 50-100 പാർസൽ കൊണ്ടുപോകുന്നുണ്ട്. ഇനി ഫോണിൽ പിന്നെ വിളിച്ചിട്ട് ബുക്കാക്കുന്നുണ്ട്. അങ്ങോട്ട് സ്വീകരിക്കുന്നുണ്ട്, സ്വീകരിക്കും. പിന്നെ ആദ്യ കാലത്ത് ഒരു ഫുഡായത് മഴക്കാലം നാടൻ കോഴിയും നാടൻ കായും മഴക്കാലത്ത് ഫുഡായത്. പിന്നെ ഇതിപ്പം പിന്നെ വിൽപ്പന തുടങ്ങി ആവശ്യം പോലെ വരുന്നുണ്ട്. എന്തായി മാറി വരുന്നുണ്ട്, ഇഷ്ടംപോലെ ഓർഡർ വരുന്നുണ്ട്. കാര്യങ്ങളും പോകുന്നുണ്ട്. കച്ചവടമുണ്ട്. ഇപ്പോൾ ഞായറാഴ്ച ബിരിയാണി ഉണ്ട്. ആ എല്ലാ ഞായറാഴ്ചയും ബിരിയാണി ഉണ്ട്. കോഴി ബിരിയാണി എല്ലാ ഞായറാഴ്ച. ആ ചിക്കൻ പൊച്ചിട്ട് ചിക്കൻ പൊച്ചിട്ട് ബിരിയാണി എല്ലാ ഞായറാഴ്ച ഉണ്ടാവും. പിന്നെ പച്ചക്കറി സീസൺ പച്ചക്കറി ഉണ്ട്, മാങ്ങയുടെ സീസൺ മാങ്ങയുണ്ട്, പിന്നെ ഒരു കുടംപുളി, അങ്ങനെ വരിക്കച്ചക്ക വെക്കും. അങ്ങനെ എല്ലാ നാടൻ സാധനവും ഇവിടെ എല്ലാം വെക്കും. എല്ലാ പഴവും ഇഷ്ടം പോലെ മണ്ണമ്പഴം ഉണ്ടാവും. മണ്ണമ്പഴം നേന്ത്രപ്പഴം എല്ലാം പോലെ ഉണ്ടാവും. കണ്ണൂരത്തേക്ക് 3 കിലോമീറ്റർ, ടൗണിലേക്ക് 2 കിലോമീറ്റർ വരുന്നു.